11 മന്ത്രിമാരെ കളത്തിലിറക്കിയാണ് LDFന്റെ പരിപാടികൾ. സംസ്ഥാന UDF നേതൃത്വം ഒന്നാകെ മണ്ഡലത്തിലുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായുള്ള ചർച്ചകളെല്ലാം പിന്തുണയെ പറ്റിയായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിയുമായി LDFന് ഒരു കാലത്തും ബന്ധമുണ്ടായിട്ടില്ലെന്ന് MP ഗോവിന്ദൻ അവകാശപ്പെടുന്നു. ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല. മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഉടനെത്തി വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ മറുപടി. UDFന് പിന്തുണ നൽകാൻ തുടങ്ങിയ ശേഷമാണ് CPM വെൽഫെയർ പാർട്ടിയെ വിമർശിക്കാൻ തുടങ്ങിയതെന്ന് റസാഖ് പാലേരി. CPMഉം വെൽഫെയർ പാർട്ടിയും ഒരുമിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഏറെയൊന്നും പിറകോട്ട് പോകേണ്ടതില്ല. LDFന് കാൻഡിഡേറ്റ് ഇല്ലാതെ ഞങ്ങളുടെ കാൻഡിഡേറ്റിനെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയിൽ മത്സരിച്ച് ജയിച്ചതാണ്. CPIMന് അവസരവാദമെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അവരുടെ അവസരവാദമാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. അവർക്ക് ആരെയും കൂട്ടാം. അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി. അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് CPM കൽപ്പിക്കുന്നു. PDPയെ തോളിൽ കയറ്റി വെച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ CPM വിമർശിക്കുന്നത് എന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. പച്ചയായ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാണ് ശ്രമിക്കുന്നത്. എന്തിനേറെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം BJPയുമായി ചേർന്ന്, അന്ന് BJP ഇല്ല, ജനസംഘവുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു പാർട്ടിയാണ് CPM. വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ലീഗും വ്യക്തമാക്കുന്നത്. ഇതിനിടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കാനുള്ള UDF തീരുമാനത്തിനെതിരെ SYS രംഗത്തെത്തി. ജമാഅത്ത് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ എന്ന് VD സതീശൻ വ്യക്തമാക്കണമെന്ന് SYS ആവശ്യപ്പെട്ടു. വർഗീയ അടിത്തറയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയാണെങ്കിലും കുഴപ്പമില്ല, പരമാവധി വോട്ടുകൾ സമാഹരിച്ചാൽ മതി എന്നുള്ളതാണ് മുന്നണികളുടെ നിലപാട്. കാരണം നിലമ്പൂരിൽ നടക്കുന്നത് ജീവമരണ പോരാട്ടമാണ്. മാതൃഭൂമി ന്യൂസിനൊപ്പം അമൽ തേനമ്പറമ്പിൽ, നിലമ്പൂർ.